നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു ഗ്രഹണ സംബന്ധമായിട്ടുള്ള വിഷയമാണ്. 2024 അപൂർവ ഗ്രഹണം വരികയാണ്. ആ ഗ്രഹണത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയം എന്താണെന്നും മറ്റും പ്രതിപാദിക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. വളരെ അറിഞ്ഞിരിക്കേണ്ട അതിഗംഭീരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. 2024 2 സൂര്യഗ്രഹണങ്ങളാണ് ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തെ സൂര്യഗ്രഹണം ഈ ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ 8-ാം തീയതിയാണ് അത് സംഭവിക്കുന്നത്. ഭാരതത്തിൽ അത് ദൃശ്യമല്ല, എന്നിരുന്നാൽ പോലും ആ സൂര്യഗ്രഹണത്തിന്റെ പ്രഭാവം ഏതാനും നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ചില നക്ഷത്രക്കാർ എന്തിനേയും നേരിടാനുള്ള കരുതലെടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ദോഷത്തിന് സാധ്യതയുള്ള നക്ഷത്രക്കാരെ, രാശിക്കാരെ നമുക്ക് അതിലൂടെ പരിചയപ്പെടാം. ഈ വർഷത്തെ ഏപ്രിൽ 8 സൂര്യഗ്രഹണം ഏറ്റവും വലിയ സൂര്യഗ്രഹണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഫലങ്ങൾ അതുമൂലം ഉണ്ടായേക്കാം. ഏപ്രിൽ 8-ാം തീയതിത്തെ സൂര്യഗ്രഹണം സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ്. ഭാരതത്തിൽ ദൃശ്യമല്ല എന്ന് മാത്രം. രണ്ടാമത് വരുന്ന സൂര്യഗ്രഹണം കങ്കണാകൃതിയിലുള്ള സൂര്യഗ്രഹണമാണ്. അത് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ആ സമയത്ത് പ്രതിപാദിക്കാം. ഏപ്രിൽ 8-ാം തീയതി തിങ്കളാഴ്ച ദിവസം സൂര്യഗ്രഹണം വരികയാണ്. കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, അമേരിക്ക എന്നീ സ്ഥലങ്ങളിലൊക്കെ സൂര്യഗ്രഹണം ദൃശ്യമാകും. ആ സ്ഥലങ്ങളിലൊക്കെ സൂര്യഗ്രഹണത്തെ നേരിടാൻ വൻ സന്നാഹങ്ങൾ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2024 രണ്ടാമത്തെ സൂര്യഗ്രഹണം വരുന്നത് ഒക്ടോബർ 2-ാം തീയതിയാണ്. അത് നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഏപ്രിൽ 8 സൂര്യഗ്രഹണം ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ അപൂർവ സംഭവമാണ്. ഉച്ചയ്ക്ക് 2:12 ആരംഭിച്ച് പുലർച്ചെ 2:22 അവസാനിക്കുന്നത്. ഭാരതത്തിൽ ദൃശ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ദോഷകരമായിട്ടുള്ള കാഴ്ചയ്ക്കൊന്നും പ്രശ്നമില്ല. എന്നിരുന്നാൽ പോലും ചില നക്ഷത്രക്കാർ വളരെ കരുതലെടുക്കണം. സൂര്യഗ്രഹണത്തിന്റെ പ്രഭാവം ഈ ലോകമെമ്പാടും ഉണ്ടായേക്കാം. ഏതാനും രാശിക്കാർക്ക് അതിന്റെ പ്രഭാവമുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ദോഷകരമായിട്ടുള്ള സാഹചര്യമുള്ളത് ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും ഈ സൂര്യഗ്രഹണം മോശകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയേക്കാം. പല വിധത്തിലുള്ള വെല്ലുവിളികളെയും നേരിടേണ്ട സാഹചര്യം വന്നേക്കാം. തൊഴിലിലും സാമ്പത്തിക കാര്യങ്ങളിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളും ഉണ്ടാകാം. കൂടാതെ അയൽക്കാരും സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാകാം. ദോഷം സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ രാശി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർക്കും ഈ സൂര്യഗ്രഹണം ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ നൽകിയേക്കാം. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാഹചര്യം സൃഷ്ടിക്കും. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ കൂടുതൽ വർദ്ധിക്കാനുള്ള സാഹചര്യം വന്നു ചേരാം. ചെലവുകൾ കുറച്ചാൽ പോലും പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നേക്കാം. കൂടാതെ വിഷാദരോഗവും മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടായേക്കാം. സൂര്യഗ്രഹണം മൂലം ദോഷങ്ങൾക്ക് സാധ്യതയുള്ള 3-ാമത്തെ രാശി തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർക്ക് ഗ്രഹണം പ്രതികൂലമായ പല മാറ്റങ്ങളും സംഭവിക്കാൻ കാരണമാകും. ദുഷ്കരമായിട്ടുള്ള പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ഗ്രഹണത്തിന് മുമ്പ് തന്നെ പല പ്രയാസങ്ങളെയും ഇവർ നേരിടേണ്ടി വന്നേക്കാം. ബിസിനസ്സുകാരായിട്ടുള്ള തുലാക്കൂറുകാർക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കാം. കൂടാതെ മാനസിക സമ്മർദ്ദവും ഉണ്ടാകാം. സൂര്യഗ്രഹണം മൂലം ദോഷം സംഭവിക്കാൻ സാധ്യതയുള്ള 4-ാമത്തെ രാശി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചിക രാശിയിൽപ്പെടുന്ന ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗ്രഹണം ധാരാളം മോശഫലങ്ങൾ നൽകുന്നുണ്ട്. ധാരാളം വെല്ലുവിളികളെ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ടുള്ള നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള സമയമായിട്ട് ഈ സമയത്തെ കണക്കാക്കണം. കൂടാതെ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിൽ സമ്മർദ്ദം വർദ്ധിക്കാം. ജീവിതത്തിൽ തന്മൂലം പല പ്രതിസന്ധികളും ഉണ്ടാകാം. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിരാശയും സമ്മർദ്ദവും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വൃശ്ചികക്കൂറുകാരെ നയിക്കാം. ഏപ്രിൽ 8-ാം തീയതിത്തെ സൂര്യഗ്രഹണം മൂലം ദോഷം സംഭവിക്കാൻ സാധ്യതയുള്ള 5-ാമത്തെ രാശി ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറിൽപ്പെടുന്ന ഈ 3 നക്ഷത്രക്കാർക്ക് പ്രതികൂലമായിട്ടുള്ള പല കാര്യങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം. തൊഴിലിൽ പല വിധത്തിലുള്ള പ്രതികൂല അവസരങ്ങൾ വന്നേക്കാം. അത്തരത്തിലുള്ള പ്രതികൂല അവസരങ്ങളെയൊക്കെ തരണം ചെയ്യുന്നതിന് പല പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യാൻ പ്രയാസപ്പെട്ടേക്കാം. ഉത്തരവാദിത്തങ്ങൾ കുറയുകയും അതുവഴി
പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാം. അധികമായിട്ട് സമ്മർദ്ദമുണ്ടായിട്ട് അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴി മാറാം. പലപ്പോഴും തൊഴിലിലൊക്കെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. കയ്യിൽ വരേണ്ട പ്രമോഷനൊക്കെ തടസ്സം വന്നേക്കാം. 5 രാശിക്കാർക്കാണ് 2024 ഏപ്രിൽ 8 തീയതിയുള്ള സൂര്യഗ്രഹണം മൂലം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. സൂചിപ്പിച്ചതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നാം ഒരുപക്ഷെ കരുതലെടുക്കുക, ഈശ്വരനെ വിളിക്കുക, ഈശ്വര വിശ്വാസത്തോടുകൂടി ധൈര്യത്തോട് മുന്നോട്ട് പോയാൽ നമുക്കതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. അറിവിലേക്കും മുൻകരുതലിനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ പ്രതിസന്ധിയെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, സമാധാനവും സന്തോഷവും പുലരാൻ സഹായിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.